بسم الله الرحمن الرحيم والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. ആസിയ റളിയല്ലാഹു അൻഹ എന്താ സാമ്രാജ്യത്വ വിരുദ്ധ പ്രതീകമായിട്ട് നിങ്ങൾ ആസിയ റളിയല്ലാഹു അൻഹയെ അവതരിപ്പിക്കാത്തത്? കുറച്ച് ഞങ്ങളതും അവതരിപ്പിക്കുമല്ലോ. ഫറോവയും ആസിയ റളിയല്ലാഹു അൻഹ. എന്താ ആസിയ റളിയല്ലാഹു അൻഹയുടെ പ്രാർത്ഥന? വിശ്വാസികൾക്ക് മാതൃകയാണവർ. റബ്ബി ബിനിലി ഇൻദക ബൈതൻ ഫിൽ ജന്ന വനജ്നി മിൻ ഫിറഔന വഅമലിഹി വനജ്നി മിനൽ ഖൗമിൽ ളാലിമീൻ. പടച്ചോനെ, നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു വീട് പണിതു തരണം എനിക്ക്. പടച്ചോനെ, സ്വർഗത്തിൽ എനിക്കൊരു വീട് പണിതു തരണം. ഫറോവയുടെ സാമ്രാജ്യത്വം നശിപ്പിച്ച് ഈ സാമ്രാജ്യത്വത്തിൽ എനിക്ക് അധികാരം നൽകണമെന്നല്ല, പടച്ചോനെ, സ്വർഗത്തിൽ എനിക്കൊരു വീട് പണിതു തരണം. ഈ ഫറോവയുടെ അക്രമത്തിൽ നിന്ന്, ഈ സമൂഹത്തിന്റെ ഉൾമിൽ നിന്ന് നീ എന്നെ കാത്തുരക്ഷിക്കണമേ. നോക്കൂ നിങ്ങൾ, സ്വർഗത്തിലൊരു വീടിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? സ്വർഗത്തിലൊരു വീടിനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ? ഇവിടെയുള്ള അധികാരത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ പകരം ജമാഅത്തെ ഇസ്ലാമിക്കാരാ സഹോദരന്മാരെ ചിന്തിക്കേണ്ടത് പരലോകത്തിലൊരു സ്വർഗത്തിലുള്ള ഒരു വീടിനെ കുറിച്ചാണ്. ഒന്ന് ആലോചിക്കാൻ സാധ്യമായിട്ടുണ്ടോ? ദുനിയാവിലെ വീടിനെ കുറിച്ച്, അധികാരത്തെക്കുറിച്ച്, ദുനിയാവിലെ ഭക്ഷണത്തെക്കുറിച്ച്, വസ്ത്രത്തെക്കുറിച്ച്, ദുനിയാവിലെ സൗകര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാറുണ്ട്. എന്നാൽ അതിനേക്കാൾ ഉപരി ചിന്തിക്കേണ്ടത് പരലോകത്തിലുള്ള ആ സ്വർഗീയ സുഖ സൗകര്യങ്ങളെക്കുറിച്ച്. അവിടെ ഒരു വീട് വേണം, നല്ല ഭക്ഷണം വേണം, നല്ല വസ്ത്രം വേണം. ആ രീതിയിൽ സ്വർഗീയ സുഖ സൗകര്യങ്ങൾ ലഭ്യമാവേണമെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വെള്ളം ചേർക്കാതെ വിശ്വസിക്കണം, വെള്ളം ചേർക്കാതെ ജീവിതത്തിൽ നിലനിർത്തണം. അതിനുവേണ്ടിയാണ് മുജാഹിദ് പ്രസ്ഥാനം പ്രയത്നിക്കുന്നത്. ദുനിയാവിൽ ഭരണം കിട്ടിയിട്ടില്ലെങ്കിലും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് ജീവിക്കാൻ മുസൽമാന് സാധിക്കും. ഭരണം ലഭ്യമായി കട്ടവന്റെ കൈമുറിച്ചിട്ടില്ലെങ്കിലും മുസൽമാന്റെ ദീന് പൂർത്തിയാവും. അവനവൻ കക്കാതിരുന്നാൽ മതി, അപ്പോഴവന്റെ ദീന് പൂർത്തിയാകും. വ്യഭിചാരിയെ എറിഞ്ഞുകൊല്ലാൻ അവസരമില്ലെങ്കിലും വിശ്വാസി വ്യഭിചരിക്കാതിരുന്നാൽ മതി, അവന്റെ ദീന് പൂർത്തിയാവും. കളവും വഞ്ചനയും ചതിയും നടത്തിയവനെ ശിക്ഷിക്കാൻ അവസരം ലഭിച്ചിട്ടില്ലെങ്കിലും വിശ്വാസി കളവും വഞ്ചനയും ചതിയും നടത്താതിരുന്നാൽ മതി, അവന്റെ ദീന് പൂർത്തിയാവും. ആ രീതിയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അംഗീകരിച്ച് ജീവിക്കുക എന്നതാണ്. അതനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു വിശ്വാസിക്ക് നാളെ സ്വർഗീയ സുഖ സൗകര്യങ്ങളിൽ ഇടം ലഭിക്കുക. അതിനുവേണ്ടി സമൂഹത്തെ സജ്ജമാക്കുകയാണ് മുജാഹിദ് പ്രസ്ഥാനം ചെയ്തിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിക്കാരാ നിങ്ങൾ എന്താ ചെയ്തത്? മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തെ അവരുടെ പാരത്രിക ജീവിതം നന്നാക്കി തീർക്കുന്നതിന് സജ്ജമാക്കി. അതോടൊപ്പം ആ പാരത്രിക ജീവിതം നന്നാകുന്നതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ അവിടെ ചെയ്യണം. അതനുസരിച്ച് അവന് ജീവിക്കണം. അവന്റെ വിദ്യാഭ്യാസം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഉതകുന്ന വിധത്തിൽ മതവിരുദ്ധമല്ലാത്ത സംഘടനകളുമായി യോജിച്ച് ഇവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കായി. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഭരണകൂടങ്ങളിലൊക്കെ ഭാഗവാക്കായിട്ടുണ്ട്. ഇസ്ലാമിൽ രാഷ്ട്രീയം ഉണ്ട് എന്നാ മുജാഹിദ് പ്രസ്ഥാനം പഠിപ്പിച്ചത്. ഇസ്ലാം രാഷ്ട്രീയമല്ല, അത് മനസ്സിലാക്കിക്കോ. ജമാഅത്തുകാരന്റെ വാദം ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ രാഷ്ട്രീയമാണെന്നാ. എന്നാൽ ഇസ്ലാം രാഷ്ട്രീയമല്ല, ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട്. തേങ്ങ വെളിച്ചെണ്ണയല്ല, തേങ്ങയിൽ വെളിച്ചെണ്ണ ഉണ്ട്, അങ്ങനെ മനസ്സിലാക്കുക. തേങ്ങ എന്നൊക്കെ പറഞ്ഞാൽ ഇത് ചേരും ചരച്ചും വേറെ ഒരുപാടുണ്ട്. തേങ്ങയിൽ വെളിച്ചെണ്ണയുണ്ട്. ഇസ്ലാമിൽ രാഷ്ട്രീയമുണ്ട്. അടുക്കള മുതൽ അന്താരാഷ്ട്ര തലം വരെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഇസ്ലാമിൽ. അതൊന്നും മുജാഹിദ് പ്രസ്ഥാനം മറച്ചു വെച്ചിട്ടില്ല. ഇനാഹു അന്യന്റെ അടുക്കളയിൽ കയറി അവന്റെ ഭക്ഷണ പദാർത്ഥത്തിലേക്ക് നിങ്ങൾ നോക്കരുത്. അവന്റെ അനുവാദമില്ലാതെ അവന്റെ ഭക്ഷണ പദാർത്ഥം തുറന്നു നോക്കരുത്. ഖുർആന്റെ കൽപ്പന. അന്താരാഷ്ട്ര തലത്തിലുള്ള നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖുർആൻ. ഇതൊക്കെ വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതേ രീതിയിൽ
രാഷ്ട്രീയം, രാഷ്ട്രത്തിന്റെ കാര്യം അത് എങ്ങനെയായിരിക്കണമെന്നതും വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും കൃത്യമായ നിർദ്ദേശങ്ങളുണ്ട്. അല്ലാതെ ഇസ്ലാം രാഷ്ട്രീയമല്ല, മനസ്സിലാക്കിക്കോ. എന്നിട്ട് സമൂഹത്തെ ബോധവൽക്കരിക്കുക. അങ്ങനെ ബോധവൽക്കരിക്കുമ്പോൾ പ്രഥമ സ്ഥാനം ദുനിയാവ് കഴിച്ചിലാകാനല്ല, പരലോകം കഴിച്ചിലാകാം. അതുകൊണ്ട് തന്നെയാണ് മൂസാ അലൈഹിസ്സലാമയുടെ അനുയായികളോട് ഫറോവ പറഞ്ഞു, ലൗകത്തിയന്നൈദിയക്കും വാർജുലക്കും മിൻ ഖിലാഫ്, നിങ്ങളുടെ കൈകാലുകൾ ഞാൻ വിഭിന്നമായി മുറിക്കും, ഈത്തപ്പന തടിയിൽ നിങ്ങളെ കൊണ്ടുപോയി ക്രൂശിക്കും. ആ സമൂഹത്തിന്റെ മറുപടി എന്തായിരുന്നു അറിയോ? ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്, നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ, നീ ദുനിയാവിലെ വിധിക്കുള്ളൂ, ഞങ്ങൾ പരലോകമോക്ഷം ആഗ്രഹിച്ചുകൊണ്ടാണ് മൂസായിൽ വിശ്വസിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മൂമിനായി പരലോകത്തിൽ വരണം. അവിടെ ആരെങ്കിലും മുജിരിമായി വന്നാൽ അവന് ജഹന്നമാണുള്ളത്. മൂമിനായി വരാനുള്ള പണിയാണ് ഞങ്ങൾ എടുത്തത്. ഈ മൂമിനായി ആ സമൂഹത്തെ പരിവർത്തിക്കാനുള്ള പ്രവർത്തനം തൗഹീദ് വർഷൽ ഈജിപ്തിൽ നിന്ന് തുടങ്ങിയത് 1-ാം തീയതി മുതൽ തുടങ്ങിയത് മൂസാ അലൈഹിസ്സലാം. എല്ലാ പ്രവാചകന്മാരും ഇതാ വസ്തുത. എന്നാ ജമാഅത്തുകാരെന്താ പറഞ്ഞേ? ഈ വാദം, നിങ്ങളുടെ ഈ വാദം മുജാഹിദുകൾ എവിടെ ഉന്നയിച്ചിട്ടുണ്ടോ? മുജാഹിദുകളും ഞങ്ങൾ പറഞ്ഞ വാദം മുമ്പുണ്ടായിരുന്നു എന്ന് അറിയണ്ടല്ലോ. ഇപ്പൊ അനുഭവ വ്യക്തിത്വം പറയും. അനുഭവ വ്യക്തിത്വത്തിൽ അലി അബ്ദുൽ റസാഖ് മൗലവി വളരെ കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച കാര്യം എഴുതിയിട്ടുള്ളത്. അത് മുഴുവൻ വായിക്കണം. അവനവന് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ ഉദ്ധരണികൾ ഉദ്ധരിക്കുന്നിടത്ത് രാഷ്ട്രീയം ഉണ്ടെന്ന്, കട്ട് വായിക്കരുത് നിങ്ങളെ വാതിന് പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് നിങ്ങൾ തന്നെ കട്ട് വായിച്ചാറോ? 1-2 വരികളല്ല, 20-ലധികം വരികൾ കട്ടു. എന്നിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തെ എതിർത്തു എന്നൊക്കെ പറഞ്ഞ് കളവ് പറഞ്ഞു സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചത്. അതുപോലെ മൂസാ അലൈഹിസ്സലാം തൗഹീദ് പറഞ്ഞിട്ടില്ലല്ലോ, സാമ്രാജ്യത്വത്തെ എതിർക്കുകയാണ് ചെയ്തത്. ഈജിപ്തിൽ നിന്ന് പോന്നിട്ടാണ് പശുക്കുട്ടിയെ എതിർത്തത്. കളവാണ്, ഖുർആനിനെതിരാ. തിരുത്തണം സഹോദര. ഇനിയോ വേറൊരു സുഹൃത്തിന്റെ കണ്ടെത്തലും കാര്യങ്ങള്, നബിമാരിൽ അവരുടെ ദൗത്യത്തിൽ വിജയിച്ചവരുണ്ട്, വിജയിക്കാത്തവരുമുണ്ട്. നബിമാരിൽ അവരുടെ ദൗത്യത്തിൽ വിജയിച്ചവരും വിജയിക്കാത്തവരുമുണ്ട് എന്ന വേറൊരു സുഹൃത്തിന്റെ കണ്ടെത്തല്. അത് കുവൈത്തിലുള്ള അവരുടെ ഒരു നേതാവാണ്. അദ്ദേഹം വിശദീകരിക്കുന്നത് കേട്ടോളൂ നിങ്ങൾ. വിജയിച്ച പ്രവാചകന്മാരുണ്ട്, അല്ലാത്തവരുണ്ട്. നമ്മൾ അറിയില്ലെങ്കിലും ആരും ഖുർആൻ പഠിപ്പിക്കുന്ന പ്രവാചകന്മാരിൽ എല്ലാ പ്രവാചകന്മാരും പ്രവർത്തിച്ചത് ഇതേ ലക്ഷ്യത്തിനാണ്, ഇഖാമത്തുദ്ദീൻ, സൂറത്ത് ശൂറ. പക്ഷെ ഈ ലക്ഷ്യം നേടിയ പ്രവാചകന്മാരും നേടാൻ സാധിക്കാതെ പോയ പ്രവാചകന്മാരുണ്ട്. ഇപ്പൊ സൂറത്ത് നൂഹ് അലൈഹിസ്സലാം 950 വർഷം പ്രവർത്തിച്ചിട്ടും ഈ ലക്ഷ്യം നേടിയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൽ വിശ്വസിച്ചപ്പോൾ പോലും വളരെ കുറച്ചായിരുന്നു. പക്ഷേ ലക്ഷ്യത്തിന് അദ്ദേഹം പിന്തിരിഞ്ഞിട്ടില്ല, പിന്തിരിയാൻ പാടുമില്ല. സ്വീകരിക്കാത്തവർ പരാജയപ്പെട്ടു. ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടതില്ല, പ്രയത്നിക്കേണ്ടതില്ല എന്ന് പറഞ്ഞവരും പരാജയപ്പെട്ടു. നൂഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ പ്രയത്നത്തിൽ വിജയിച്ചു. മൂസാ നബി അലൈഹിസ്സലാം ലക്ഷ്യം നേടിയ പ്രവാചകനാണ്. മുഹമ്മദ് നബി അലൈഹിസ്സലാം ലക്ഷ്യം നേടിയ പ്രവാചകനാണ്. ദാവൂദ് സുലൈമാൻ അലൈഹിസ്സലാം ലക്ഷ്യം നേടിയ പ്രവാചകനാണ്. എന്നാൽ ഒരുപാട് പ്രവാചകന്മാർ ലക്ഷ്യം നേടാത്തവരാണ്. പ്രവാചകന്മാർ ലക്ഷ്യം നേടാത്തവരുണ്ട്. ലക്ഷ്യം നേടാത്ത പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? അവർ അവരുടെ റിസാലത്ത് എന്ത് ചെയ്തില്ല, കൃത്യമായി നിർവഹിച്ചില്ല. എന്താ പ്രവാചകന്മാരുടെ ലക്ഷ്യം? ജമാഅത്തുകാരൻ മനസ്സിലാക്കിയത് സാമ്രാജ്യത്വ വിരുദ്ധ പ്രവർത്തനം. അല്ലെ, തൊള്ളക്ക് പറയാൻ നല്ല സുഖമുണ്ട്. സാമ്രാജ്യത്വ വിരുദ്ധ പ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ അങ്ങനൊന്നും പ്രാസപ്പിച്ചു പറഞ്ഞതുകൊണ്ട് കഴിച്ചിലാവൂല. പ്രവാചകന്മാരുടെ ദൗത്യം എന്തായിരുന്നു? ആ ദൗത്യത്തിൽ അവർ പരാജയപ്പെട്ടു എന്നാ പറഞ്ഞത്. ഒരുപാട് പ്രവാചകന്മാർ, നൂഹ് അലൈഹിസ്സലാമ പോലും, ഇബ്രാഹിം അലൈഹിസ്സലാമ പോലും ഫദക്കിർ ഇന്ന ഫഅതി സിക്റാ, ഫദക്കിർ ഇന്ന ഫഅതി സിക്റാ പോരാ, ഇന്നമാ അൻത മുദക്കിർ ലസ്ത അലൈഹിം ബിമുസൈത്തിർ. നീ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക,
നീ കാര്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുക. നീ അവരുടെ മേൽ ആധിപത്യം പുലർത്തുന്നവനല്ല. നോക്ക്, കാര്യങ്ങൾ നേർക്കുനേരെ വളച്ചുകെട്ടില്ലാതെ സമൂഹത്തിന് എത്തിച്ചു കൊടുക്കുക. അള്ളാഹുവിനെ കുറിച്ച്, പ്രവാചകനെ കുറിച്ച്, അവരുടെ ലക്ഷ്യമെന്ത് എന്നതിനെ കുറിച്ച് വളരെ കൃത്യമായി പ്രഖ്യാപിക്കുക. നിന്നോട് കൽപ്പിക്കപ്പെട്ടത് നീ ഉറക്കെ പ്രഖ്യാപിക്കുക. ഖുർആന്റെ ആയത്തുകളാണ് ഇതൊക്കെ. വലിയ റിസാലത്തക്ക, നീ നിന്റെ ദിവ്യ സന്ദേശം അത് എത്തിച്ചു കൊടുക്കുക, കൃത്യമായി നിർവഹിക്കുക. എല്ലാ പ്രവാചകന്മാരും നിർവഹിച്ചിട്ടുണ്ടത്. ഇന്നീ ദഅഉതു ഖൗമീ ലൈലൻ വനഹാറാ, പടച്ചോനെ ഞാൻ എന്റെ സമൂഹത്തെ രാവും പകലും ക്ഷണിച്ചു. രാവും പകലും ഞാൻ ക്ഷണിച്ചു റബ്ബേ എന്റെ സമൂഹത്തെ. ആലോചിച്ചു, രാവും പകലും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. ആരാ പറഞ്ഞത്? പകല് മാത്രമല്ല, രാത്രിയും. നൂഹ് അലൈഹിസ്സലാമയുടെ പ്രഖ്യാപന, അദ്ദേഹത്തിന്റെ ആ ലക്ഷ്യം കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വം നിർവഹിച്ചിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും നിർവഹിച്ചിട്ടുണ്ട്. ഇവർ മനസ്സിലാക്കിയത് രാഷ്ട്രം സ്ഥാപിച്ചാലേ ലക്ഷ്യം കരസ്ഥാവുള്ളൂ എന്ന. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണല്ലോ സങ്കല്പ വീട് പോലെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞത്. ഭരണമില്ലാത്ത വീട്, ഭരണമില്ലാത്ത ദീന് സങ്കല്പ വീട് പോലെയാണ് എന്ന് നിങ്ങൾക്ക് പറയേണ്ടി വന്നത്. അതുകൊണ്ടാ. നിഷേധിക്കാൻ പറ്റുമോ? പറഞ്ഞിട്ടില്ല എന്ന്. നിഷേധിക്കാൻ സാധ്യമല്ല. മുഴുവൻ പ്രവാചകന്മാരും അവരവരുടെ ദൗത്യം നിർവഹിച്ചിട്ടുണ്ട്. മാത്രവുമല്ല അവരുടെ ലക്ഷ്യം നേടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മൂസാ അലൈഹിസ്സലാമെ ആവട്ടെ, ഈസാ നബി, അതുപോലെ ലൂത്ത് അലൈഹിസ്സലാം, ഹൂദ് അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, ഖുർആൻ പേരെടുത്തു പറഞ്ഞ 25 പ്രവാചകന്മാരും അല്ലാത്തവരും കൃത്യമായി അവരുടെ ലക്ഷ്യം നേടിക്കൊണ്ട് തന്നെയാണ് പോയിട്ടുള്ളത്. ലക്ഷ്യം നേടിയിട്ടില്ലാത്ത പ്രവാചകന്മാർ എന്ന് പറഞ്ഞാൽ അത് അവരുടെ പേരിൽ കളവ് പറയലാണ്. മാത്രവുമല്ല അവരുടെ റിസാലത്ത് കൃത്യമായി നിർവഹിച്ചില്ല എന്ന് അവരുടെ മേൽ ആരോപണം ഉന്നയിക്കലാവും. അതിന്റെ ഗൗരവം ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണമെന്ന് വിനയത്തോടു കൂടി അപേക്ഷിക്കുകയാണ്. പിന്നെ കണ്ടെത്തൽ എന്താ? നിങ്ങൾ വലിയ സംവാദം നടത്തുന്നവരാണല്ലോ. നിങ്ങൾ ഈ എപിക്കാരോടാ സംവാദം നടത്തൽ, ഈക്കക്കാരോട് സംവാദം നടത്തലില്ല. മതരാഷ്ട്രവാദമാണ്. എന്താ? ഈക്കക്കാര് ലീഗ് ആയിട്ട് ചെറിയൊരു കണക്ഷൻ ഉണ്ട്. അപ്പം ലീഗിനെ എതിർക്കണ്ടെന്ന് വിചാരിച്ച് നിങ്ങൾ ഈക്ക സുന്നികൾ വെച്ച് വാദപ്രതിവാദം നടത്താറില്ല. എന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഇനി അതിനപ്പുറത്തുള്ള ഒരു കാര്യം പറയാം. കേരളത്തിലെ മുജാഹിദ് സംഘടനകളുടെ ഒരു സ്ഥിരം പരിപാടിയാണ് വാദപ്രതിവാദം എന്ന് പറയുന്നത്. ഈ വാദപ്രതിവാദത്തിൽ ഇവരാരുടെ കൂടെ ആരോടാ വാദപ്രതിവാദം നടത്തുന്നത്? സമസ്ത AP വിഭാഗത്തോട് മാത്രം. AP വിഭാഗം സുന്നികളോട് ഇവർ വാദപ്രതിവാദം നടത്തും. എന്താ EK വിഭാഗം സുന്നികളോട് മുജാഹിദുകാർ വാദപ്രതിവാദം നടത്താത്തത്? മുജാഹിദ് AP വിഭാഗം സുന്നികൾക്കുള്ള എല്ലാ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ തന്നെയാണ് EK വിഭാഗത്തിനുമുള്ളത്, സമസ്തക്കുള്ളത്. എന്നിട്ടും സമസ്തയോട് എന്തുകൊണ്ടാണ് മുജാഹിദ് പ്രസ്ഥാനം വാദപ്രതിവാദം നടത്താത്തത്? സമസ്തയെ എന്തുകൊണ്ടാണ് ഇവർ വെല്ലുവിളിക്കാത്തത്? വിഷയം മതരാഷ്ട്രീയമാണ്. സമസ്തയുടെ EK വിഭാഗം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റേതാണ്. മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടനയാണ്. ഇത് മുസ്ലിം ലീഗിന്റെ മറ്റേ സംഘടനയാണ്. ഈ രണ്ട് പോഷക സംഘടനകളും കൂടെ തമ്മിലടിക്കാൻ പറ്റില്ല. ഇതാണ് ഇവരുടെ മതരാഷ്ട്രീയത്തിന്റെ മറ്റൊരു നല്ല കണ്ടെത്തലാണ്. EK മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടന, EK വിഭാഗം സമസ്തക്കാർ. അതുപോലെ മുജാഹിദുകള് ലീഗിന്റെ വേറൊരു പോഷക സംഘടന. അപ്പൊ ഇവർ തമ്മിലടിക്കാൻ പറ്റൂല, ലീഗിന്റെ രണ്ട് പോഷക സംഘടനകൾ. അതുകൊണ്ടാണ് EK വിഭാഗത്തോട് വാദപ്രതിവാദം നടത്താത്തത്. അന്വേഷിച്ചു നോക്ക്. അമ്പലക്കടവ് അബ്ദുൽ ഹമീദ് ഫൈസിയെ വിളിച്ച് അന്വേഷിച്ചാൽ മതി, മുഹമ്മദ് ഫൈസിയെ വിളിച്ച് അന്വേഷിച്ചാൽ മതി. പലപ്പോഴും വാദപ്രതിവാദത്തിന് വ്യവസ്ഥകൾ എഴുതാനിരുന്നിട്ടുണ്ട് EK വിഭാഗവുമായിട്ട്. വിളിച്ചന്വേഷിച്ചു നോക്ക്. എന്തെങ്കിലും വിളിച്ചു പറയണ്ട, നാട്ടിലെവിടെയെങ്കിലൊക്കെ വന്ന് മൈക്കെട്ടിയാല്. പക്ഷേ വ്യവസ്ഥ പൂർണ്ണമാവാത്തത് കൊണ്ട് വാദപ്രതിവാദം നടക്കാറില്ല.
ഈ അമ്മി വെക്കാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒത്തെടുത്ത് ചാടലൊന്നുമില്ല. വാദപ്രതിവാദത്തിന് കൃത്യമായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ അതിന്റെ പ്രമാണങ്ങൾ ഖുർആനും സുന്നത്തും സ്ഥിരപ്പെട്ട ഇജ്മാഉം ഖിയാസുമാണ് എന്ന് അംഗീകരിച്ച് പ്രമാണബദ്ധിതമായി വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ വാദപ്രതിവാദം നടത്താൻ വരുന്നവരോട് മുജാഹിദ് പ്രസ്ഥാനം വാദപ്രതിവാദം നടത്താറുള്ളൂ. അതിൽ നമുക്ക് വ്യത്യാസമൊന്നുമില്ല. ഇത് മുജാഹിദുകളുടെ സ്ഥിരം പരിപാടിയാണ്. എന്നാലോ ഇപ്പം ഇദ്ദേഹവും ഏറ്റെടുത്തിട്ടുണ്ട് ആ പരിപാടി. മുജാഹിദുകൾക്ക് അങ്ങനെ സ്ഥിരം പരിപാടിയൊന്നുമില്ല. വാദപ്രതിവാദം നടത്തേണ്ടയിടത്ത് മുജാഹിദുകൾ വാദപ്രതിവാദം നടത്തും. എന്നാലോ ഇപ്പൊ മൂപ്പർക്കുണ്ട് ഈ ഒരു രോഗം സംവാദത്തിന് വെല്ലുവിളിക്കുന്നത്. കേട്ടോക്കും നിങ്ങൾ. ഞാൻ വ്യക്തിപരമായി എന്റെ മുജാഹിദ് സുഹൃത്തുക്കളോട് ഒരു സംവാദത്തിന്റെ ഒരുക്കമാണ്. വിഷയം മുജാഹിദ് പ്രസ്ഥാനം, ആദർശം, ചരിത്രം, വർത്തമാനം. മുജാഹിദ് പ്രസ്ഥാനം, ആദർശം, ചരിത്രം, വർത്തമാനം എന്ന വിഷയത്തിൽ മുജാഹിദ് സുഹൃത്തുക്കളോട് ഒരു സംവാദത്തിന് വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ സന്നദ്ധനാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് സംവാദമായിക്കൂടെ? ആകാം. ഈ ചർച്ച കഴിഞ്ഞിട്ട്, ഈ സംവാദം കഴിഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനം, ആദർശം, ചരിത്രം, വർത്തമാനം എന്ന ഒരു സംവാദം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ ഒരു സംഘടന കേരളത്തിന്റെ മണ്ണിൽ ബാക്കിയുണ്ടെങ്കിൽ ഒരു സംവാദത്തിന് നമ്മൾ ഒരുക്കമാണ്. മൂപ്പരായിട്ടുള്ള സംവാദം കഴിഞ്ഞിട്ട് മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ നിലവിലുണ്ടെങ്കിൽ അടുത്ത സംവാദത്തിന് നോക്കാം. ഇപ്പൊ ഈ ഏർപ്പാട് മൂപ്പരും തുടങ്ങി. കൂട്ടരെ, ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ നിലവിലുണ്ടോ? ആരിഫലി പറയട്ടെ, കേട്ടോ നിങ്ങൾ. കണ്ണൂർ സ്ഥാപക നേതാവ് മൗദൂദിയുടെ ആശയങ്ങളല്ല ജമാഅത്തെ ഇസ്ലാമി പ്രാവർത്തികമാക്കുന്നതെന്നും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ പ്രാവർത്തികമാക്കാൻ കഴിയില്ലെന്നും കേരള അമീർ ടി ആരിഫലി, പ്രവാചകനും വിശുദ്ധ ഖുർആനുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനം. മൗദൂദി ഒരു വ്യക്തിയാണ്. വ്യക്തിയുടെ ആശയങ്ങളെക്കാൾ പ്രാധാന്യം ഖുർആനാണ്, ജനാധിപത്യത്തിലാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി വിശ്വസിക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തേജസ് ദിനപത്രം 30/12/2007. ജമാഅത്തെ ഇസ്ലാമിയെ സ്ഥാപിച്ചത് ആരാ സ്ഥാപക നേതാവ്? മൗദൂദി. മൗദൂദിയുടെ ആശയങ്ങൾ ഞങ്ങൾ കുഴിച്ചു മൂടിയിരിക്കുന്നു. ആരിഫലി. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി തന്നെ പല്ല, പിന്നല്ലേ ജമാഅത്തെ ഇസ്ലാമി ഒരു സംവാദത്തിന് വെല്ലുവിളിക്കുന്നത്? ഞാൻ ആരിഫലി പറയണേ കേട്ടോ. മൗദൂദിയെ ആരിഫലി തള്ളി പറയുന്നത് വേണമെങ്കിൽ കേട്ടോ, ബോധം കെട്ടുകണ്ട. ശരിക്ക് ഈ സയ്യിദ് മൗദൂദി, ജമാഅത്തെ ഇസ്ലാമി എന്ന ഈ സംഗതിയെ സംബന്ധിച്ചുള്ള വളരെ വ്യക്തമായ ഒരു ബന്ധം ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാക്കളിൽ ഒന്നാമത്തെ ആളായിരുന്നു സയ്യിദ് അബുൽ-അല മൗദൂദി. 1941 ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘത്തിന് അവിഭക്ത ഭാരതത്തിൽ അദ്ദേഹം രൂപം നൽകിയിട്ടുള്ളത്. അദ്ദേഹത്തോടൊപ്പം 10-70 പണ്ഡിതന്മാർ വേറെയും ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയിൽ സാമ്രാജ്യത്വ വിരുദ്ധതയുടെ അടിസ്ഥാനത്തിൽ സാമ്രാജ്യത്വത്തിന്റെ കൂടെ വന്നിട്ടുള്ള മുഴുവൻ പാശ്ചാത്യൻ ദർശനങ്ങളോടുമുള്ള മൗലികമായ നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് ജമാഅത്തെ ഇസ്ലാമി 1941 രൂപം നൽകപ്പെടുന്നത്. സയ്യിദ് മൗദൂദി അതിനു മുൻകൈയെടുത്തു. പക്ഷെ ആ രൂപീകരണ സന്ദർഭത്തിൽ അദ്ദേഹം ഒരു അധ്യക്ഷ പ്രസംഗം നടത്തിയിട്ടുണ്ട്. ആ അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് ഈ സംഘടനയുടെ മൗലിക പ്രമാണങ്ങൾ ഖുർആനും പ്രവാചകചര്യയും ആയിരിക്കും. അത് മാത്രമല്ല പ്രവാചകനായിരിക്കും സത്യത്തിന്റെ മാനദണ്ഡം. പ്രവാചകനല്ലാത്ത ഒരാളെയും സത്യത്തിന്റെ മാനദണ്ഡമായി ഈ സംഘം അംഗീകരിക്കുകയില്ല. സത്യവാന്മാർ എല്ലാവരും ഉണ്ടാകാം, പലരും ഉണ്ടാകാം, പക്ഷെ സത്യത്തിന്റെ മാനദണ്ഡം അത് മാത്രമായി. എന്റെ വ്യക്തിപരമായ സ്വാതന്ത്ര്യത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഇടപെടും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ ഏതെങ്കിലും ഒരു നിലപാടിൽ എന്റെ വ്യക്തിപരമായ സ്വാധീനം ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല.
ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് അതിന്റെ സ്വതന്ത്രമായ അസ്തിത്വമുള്ള ഒരു സംഘടനയായിരിക്കും. ഇത് 1941. എന്നാൽ ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് എന്ന ഇന്ത്യയിലെ സംഘം രൂപപ്പെടുന്നത് 1948-ലാണ്. 1950 നമ്മളൊരു റിപ്പബ്ലിക്കായി മാറുന്നത്. അതിനുശേഷമാണ് ഇന്ത്യയിൽ ഇന്ത്യൻ ജനത എന്താണ്, ഇന്ത്യ എന്ന രാഷ്ട്രം എന്താണ് എന്ന് നമ്മൾ തന്നെ നിർവചിക്കുന്നത്. അതുവരെ ഉണ്ടായിരുന്ന നിർവചനം നമ്മുടെ നിർവചനമായിരുന്നില്ല, പാശ്ചാത്യ നിർവചനമായിരുന്നു. ഇന്ത്യയെ നിർവചിക്കുന്നത് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് ശേഷമാണ്, റിപ്പബ്ലിക്കായി മാറിയതിനു ശേഷമാണ്. അന്ന് മുതൽ ഇന്ത്യൻ ജനാധിപത്യം എന്ന് പറഞ്ഞൊരു ജനാധിപത്യമുണ്ട്. അന്ന് മുതൽ ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്ന ഒരു മതേതരത്വമുണ്ട്. അന്ന് മുതൽ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഇന്ത്യ ഉയർത്തിപ്പിടിക്കുന്ന ഒരു ആശയമുണ്ട്. 1948 രൂപീകൃതമായിട്ടുള്ള ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യൻ മതേതരത്വത്തെയും ഇന്ത്യയിൽ ഉയർത്തിപ്പിടിക്കുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന സിദ്ധാന്തത്തെയും വിശകലനം ചെയ്തുകൊണ്ട് അതിനനുഗുണമായിട്ടുള്ള, അതുമായി ഏറ്റുമുട്ടാത്ത നിലപാടുകൾ സ്വീകരിച്ചു വന്നിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സ്ഥാപക നേതാവ് എന്നുള്ള നിലയിൽ സയ്യിദ് മൗദൂദിയോട് ജമാഅത്തെ ഇസ്ലാമിക്ക് കടപ്പാടുണ്ട്. അതേ അവസരത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രമാണം എന്ന് പറയുന്നത് സയ്യിദ് മൗദൂദിയുടെ ലിഖിതങ്ങളോ സയ്യിദ് മൗദൂദിയുടെ വീക്ഷണങ്ങളോ അല്ല. ഖുർആനും പ്രവാചകചര്യയുമാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മൗലിക പ്രമാണങ്ങൾ. ഇത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വ്യക്തമാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് വ്യക്തമാക്കുകയാണ്. കുടുങ്ങിയിട്ട് പറയാണ്, കൂതിണ്ടായിട്ട് പറഞ്ഞതല്ല, കുടുങ്ങിയിട്ട് പറയാണ്. ഇത് ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ വ്യക്തമാക്കേണ്ടി വരും എന്നതുകൊണ്ട് പറഞ്ഞതാണ്. പറയിപ്പിച്ചു നിങ്ങളോട്. അതാണ് വസ്തുത. കാരണം മൗദൂദിയെ തന്നെ തള്ളി. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഉണ്ടോ? ഇങ്ങോട്ടല്ലേ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരാൾ മുജാഹിദ് പ്രസ്ഥാനത്തെ വാദപ്രതിവാദത്തിന് വേണ്ടി വിളിക്കുന്നത്. എന്നിട്ടല്ല സഹോദര, ജമാഅത്തെ ഇസ്ലാമി നിലവിലില്ല. അതിന്റെ സ്ഥാപക നേതാവിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും നിങ്ങൾ കൈവിട്ടു, നിങ്ങൾ കുളിച്ചുകൂടി. ബലി എന്താ മൗദൂദി പറഞ്ഞത്? മൗദൂദി എന്താ ഇന്ത്യൻ ജനാധിപത്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്? കേട്ടോ, നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ല, ചരിത്രം പഠിക്കണം. വലിയ ചരിത്രകാരനറിഞ്ഞ് പറഞ്ഞാൽ പോരാ. ജനാധിപത്യം മതവിരുദ്ധമാണ് എന്ന നിങ്ങളുടെ പ്രഖ്യാപനം, മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം ഒരു താത്വിക വിശകലനം പേജ് 35 മൗദൂദി സാഹിബ് എഴുതിയതാണ്. ആധുനിക മതേതര ദേശീയ ജനാധിപത്യം നിങ്ങളുടെ ഇസ്ലാമിനും ഈമാനിനും ഘടകവിരുദ്ധമാണ്. നിങ്ങൾ അതിന്റെ മുന്നിൽ സർവാത്മന തലകുനിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശുദ്ധ ഖുർആനെ പുറകോട്ട് വലിച്ചെറിയലായിരിക്കും. നിങ്ങൾ അതിന്റെ സ്ഥാപനത്തിലും നടത്തിപ്പിലും പങ്കുവഹിക്കുകയാണെങ്കിൽ നിങ്ങളുടെ തിരുദൂതനോട് ചെയ്യുന്ന കടുത്ത വഞ്ചനയായിരിക്കും. നിങ്ങൾ അതിന്റെ കൊടി പിടിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ദൈവത്തിനെതിരെ രാജ്യദ്രോഹ കൊടി ഉയർത്തലായിരിക്കും. മൗദൂദി മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം ഒരു താത്വിക വിശകലനം പേജ് 35 നിഷേധിക്കാൻ പറ്റുമോ? ജമാഅത്തുകാര, നിങ്ങൾ അള്ളാഹുവിനെതിരെയാണ് കൊടി പിടിക്കുന്നത്. നിങ്ങൾ ഖുർആനിനെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ നിങ്ങൾ പുറത്തെറിഞ്ഞു. ആരാ പറഞ്ഞത്? മൗദൂദി. മനസ്സിലായില്ലേ? വായിക്ക് പുസ്തകം എടുത്തിട്ട് എവിടെ മുജാഹിദുകൾ ഈ വാദം ഉന്നയിച്ചത്? മുജാഹിദുകളും വാദം, പണ്ടത്തെ വാദം ജമാഅത്തുകാരുടെ വാദം തന്നെയാണെന്ന് പറഞ്ഞെടുക്കണ്ടല്ലോ. എവിടെയാണ് മുജാഹിദുകൾ ഈ വാദം ഉന്നയിച്ചത്? ഇപ്പൊ എന്താ വസ്തുത? ഇതും കൂടിയാണ് വായിച്ചാൽ മൗദൂദി ഇങ്ങളെയും തള്ളി, നിങ്ങൾ മൗദൂദിയും തള്ളി. നിങ്ങളിപ്പോ ഇവിടെ അല്ലേ? ഇനി കേട്ടോ, ജനാധിപത്യത്തെ തുടച്ചു മാറ്റുക മൗദൂദിയുടെ പ്രഖ്യാപനമാണ്. നമ്മുടെ വിരോധം കേവലം മതേതര ദേശീയ ജനാധിപത്യ വ്യവസ്ഥിതിയോടാണ്. കേട്ടോ, നമ്മുടെ വിരോധം
കേവലം മതേതര ദേശീയ ജനാധിപത്യ വ്യവസ്ഥിതിയോടാണ്. അതിനെ ചലിപ്പിക്കുന്ന കൈകൾ ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ പാശ്ചാത്യന്റെയോ പൗരസ്ത്യന്റെയോ ആരുടെ തന്നെയായാലും കൊള്ളാം, ഏതു നാട്ടിൽ ഏതു ജനതയുടെ മേൽ ഈ ഭയങ്കര വിപത്ത് അടിച്ചേൽപ്പിക്കപ്പെടുന്നതായാലും അവിടെ ദൈവദാസന്മാരെ നാം ശക്തിയുക്തം ആഹ്വാനം ചെയ്യുന്നതായിരിക്കും. ആ വിപത്തിനെ കുറിച്ച് ജാഗരൂകരാകുവാൻ, അതിനെ തുടച്ചു മാറ്റി ഒരു ഉത്തമ സാമൂഹിക വ്യവസ്ഥിതി സ്ഥാപിക്കുവാൻ. ഏതാ ഈ വിപത്ത്? തുടച്ചു മാറ്റേണ്ട ഈ വിപത്ത് ഏതാ? മതേതര ദേശീയ ജനാധിപത്യ വ്യവസ്ഥിതി. ആ മതേതരത്വം നിലനിൽക്കണോണ്ടാ ജമാഅത്തുകാരാ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ കളവ് പറയാൻ സാധിക്കുന്നത്. അറിയോ? ഇസ്ലാമിനെ വികലമായി നിനക്ക് ചിത്രീകരിക്കാൻ കഴിയുന്നത് ആ മതേതരത്വം നിലനിൽക്കുന്നത് കൊണ്ടാ. എങ്കിൽ മൗദൂദി നിങ്ങളോട് ആഹ്വാനം ചെയ്തതെന്താ? ഇതിനെ കുഴിച്ചു മൂടണം. അത് ആരുടെ കൈകളിലൂടെയാണെങ്കിലും, ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ പാശ്ചാത്യന്റെയോ പൗരസ്ത്യന്റെയോ കൈകളിലാണ് ഇത് നടപ്പാക്കപ്പെടുന്നതെങ്കിലും അതിനെതിരെ മുസൽമാൻ ഉണരണമെന്നാണ് സാക്ഷാൽ മൗദൂദി പ്രഖ്യാപിച്ചത്. എവിടെയാ ജമാഅത്തുകാരാ? പുസ്തകറിയോ? മതേതരത്വം, ദേശീയത്വം, ജനാധിപത്യം, ഒരു താത്വിക വിശകലനം, പേജ് 25-26 മൗദൂദി സാഹിബ്. എവിടെ ഞങ്ങള്? ജമാഅത്തില്ല. ജനാധിപത്യം പന്നിമാംസത്തിന് തുല്യമാണ് എന്ന് എഴുതിവിട്ടത് നിങ്ങളുടെ സ്ഥാപന നേതാവ്. പഠിക്കണം നിങ്ങൾ. ജനാധിപത്യ മതേതരത്വ വ്യവസ്ഥിതിയുമായി മുസ്ലിങ്ങൾ ബഹുദൂരം അകന്നു നിൽക്കേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റി മൗദൂദി വിവരിക്കുന്നത് ഇപ്രകാരമാണ്. കേട്ടോ, വ്യവസ്ഥിതി ഇതുതന്നെയാവട്ടെ, ഇതേ തത്വങ്ങളിൽ മേൽ ചലിക്കുകയും ചെയ്തു കൊള്ളട്ടെ. പക്ഷേ അതിലെ ചലിപ്പിക്കുന്നത് പാശ്ചാത്യനാകരുത്, പൗരസ്ത്യനായിരിക്കണം, ആംഗ്ലേയനാവരുത്, ഭാരതീയനായിരിക്കണം, ഹിന്ദു ആകരുത്, മുസൽമാനായിരിക്കണം. ഈ ഒരു ഉദ്ദേശ്യത്തിന് വേണ്ടിയല്ല നാം പരിശ്രമിക്കുന്നത്. വെറും കരങ്ങളെ മാറ്റിയതുകൊണ്ട് നമ്മുടെ അഭിപ്രായത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും സംഭവിക്കുകയില്ല. വെറും ഹിന്ദുവിന്റെ കരം മാറ്റി മുസ്ലിമിന്റെ കരത്തിൽ ഭരണം കിട്ടിയത് കൊണ്ടായില്ല. അതുപോലെ തന്നെ കോൺഗ്രസിന്റെ കരം മാറ്റി, അതല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ കരം മാറ്റി UDFന്റെ കരങ്ങളിൽ ഭരണം കിട്ടിയത് കൊണ്ടായില്ല. ആംഗ്ലേയന്റെ കരം മാറ്റി ഇന്ത്യക്കാരന്റെ കരങ്ങളിൽ ഭരണം കിട്ടിയത് കൊണ്ടായില്ല. പിന്നെ എന്തു വേണം? ഈ മാറ്റങ്ങളെ കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. അമുസ്ലിം പാകം ചെയ്താലും പന്നി തന്നെയാണ്. അതിന്റെ മാംസം അശുദ്ധവുമാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെ പന്നിമാംസത്തോടാണ് സ്ഥാപക നേതാവ് ഉപമിച്ചത്. നിങ്ങൾക്ക് ഈ ജനാധിപത്യ വ്യവസ്ഥയിൽ നിലനിൽക്കാൻ അധികാരമില്ല. ഹിന്ദു ഭാഗം ചെയ്താലും മുസ്ലിം ഭാഗം ചെയ്താലും പന്നിമാംസം തന്നെയാണ്. ഏതിനെ ഉപമിച്ചത് അറിയാം നിങ്ങൾ? അറിയോ? ഇന്ത്യൻ ജനാധിപത്യത്തെ. എന്നാൽ ഖുർആനിൽ ഉപമയുണ്ട്. അള്ളാഹുവിന്റെ പേരിലല്ലാതെ അറക്കപ്പെട്ടത്, പടച്ചവന്റെ നാമത്തിലല്ലാതെ നേർച്ചയാക്കപ്പെട്ട മാംസത്തെക്കുറിച്ച്, ഭക്ഷണത്തെക്കുറിച്ച് ഖുർആൻ ചേർത്തി പറഞ്ഞത് പന്നിമാംസത്തോടാ. അത് പറയാൻ ജമാഅത്തുകാർക്ക് കഴിയുമോ? ഇപ്പൊ മുടിയേറ്റൊക്കെ നടക്കുകയാണല്ലോ. ജമാഅത്തുകാരൻ ഒരു പ്രകടനം നടത്തുക, മനുഷ്യന്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് അന്ധവിശ്വാസത്തിലേക്ക് നയിച്ച് മുടിയുടെ പിന്നാലെ കൊണ്ടുപോകാനുള്ള പരിശ്രമത്തിലാണ്. മുത്തു റസൂലുള്ളയുടെ മുടി ഇവിടെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് എന്നാ വിവരം. എന്താ സംഭവം? ഹുദൈബിയ സന്ധിയിൽ പ്രവാചകന്റെ മുടി സഹാബികൾക്കിടയിൽ വിതരണം ചെയ്തു. എന്തായിരുന്നു അതിന്റെ ഹിക്മത്ത്? പ്രവാചകനെ അതുല്യമായി വിശ്വാസികൾ സ്നേഹിക്കുന്നു, ഈ പ്രവാചകനെ ഒറ്റപ്പെടുത്താൻ സാധ്യമല്ല എന്ന് സമൂഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ഘട്ടത്തിൽ പ്രവാചകൻ അങ്ങനെ ചെയ്തു. എന്നാൽ പിന്നീട് ഈ മുടി വരാരെങ്കിലും ഉപയോഗിച്ചോ? ആരും ഉപയോഗിച്ചിട്ടില്ല. അതേ മുടി തലയിലുണ്ടായിരുന്ന പ്രവാചകനോടാണ് അള്ളാഹ് കൽപ്പിച്ചത്, അള്ളാഹ് ഉദ്ദേശിച്ചതല്ലാതെ എന്റെ ജീവിതത്തിൽ ഒരു ഉപകാരമോ ഉപദ്രവമോ പടച്ചവന്റെ തീരുമാനത്തിനല്ലാതെ വരുത്തി വെക്കാൻ സാധ്യല്ലാതെ. തബൂക്കിലേക്ക് പിരിവ് നടത്തിയപ്പോൾ മുടി മുറിച്ചു കൊടുത്ത് കാശ് വാങ്ങിയോ പ്രവാചകൻ? വാങ്ങിയിട്ടില്ലല്ലോ. അതൊരു സാന്ദർഭികമായി പ്രവാചകൻ ചെയ്തൊരു ഹിക്മത്ത് മാത്രമായിരുന്നു. അന്ന് അത് കൊണ്ടടക്കാണ്. ഹുബ്ബുർ റസൂൽ
സോളിഡാരിറ്റിക്കാരാ, ജമാഅത്തുകാരാ, എവിടെയെങ്കിലും യഥാർത്ഥ പ്രവാചക സ്നേഹം വിശദീകരിച്ചുകൊണ്ട് ഈ അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രസംഗിക്കാൻ കഴിയുമോ? പന്നിമാംസത്തോട് ചേർത്തി പറഞ്ഞു അല്ലാഹു അല്ലാത്തവരുടെ പേരിൽ അറക്കപ്പെട്ട മാംസം അല്ലെങ്കിൽ ഭക്ഷണം. ഖുർആൻ നിങ്ങളോ ഇന്ത്യൻ ജനാധിപത്യത്തെ പന്നിമാംസത്തോട് ചേർത്തി പറഞ്ഞു. പള്ളർച്ച് തുമ്മിയല്ലപ്പോ വോട്ട് ചെയ്തിട്ട് അല്ലേ മാറ്റത്തിനൊരു വോട്ട്. എവിടെ മാറിയത് പറയും. നിങ്ങൾ എവിടെ മാറിയത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു. ഇത് പറയാതെ ഈ ആദർശം വെച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ കളവ് പ്രചരിപ്പിക്കാം. കലാലയങ്ങൾ കൊലാലയങ്ങളാണ് എന്ന് നിങ്ങൾ എഴുതിയിട്ടില്ലേ? ജമാഅത്തെ ഇസ്ലാമിയുടെ 27 വർഷം എന്ന പുസ്തകം വായിച്ച് വിശദീകരിക്കുമോ ജമാഅത്തുകാർ? വേണ്ട, നിങ്ങൾ വിശദീകരിക്കണ്ട. ആ പുസ്തകം ജമാഅത്ത് അണികൾക്കിടയിൽ വിതരണം ചെയ്യുന്നത് കലാലയമാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് വെല്ലുവിളി, ആരെങ്കിലും അങ്ങനെ ജോലി രാജിവെച്ചിട്ടുണ്ടോ എന്ന്. ഞങ്ങൾ വിദ്യാഭ്യാസത്തെ തവൂത്തി ഗവൺമെന്റിന്റെ കീഴിൽ ജോലി നേടുന്നതിനെ എതിർത്തത് കൊണ്ട് ആരെങ്കിലും രാജിവെച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവില്ല. പറഞ്ഞുതരും ജോലി രാജിവെച്ച ആള് ബഹുമാന്യനായ അബ്ദുള്ള സാഹിബ് പറയും നിങ്ങളോട് ജോലി വെച്ച കഥ. കൊലാലയാന്നൊക്കെ പറഞ്ഞപ്പോഴേ അബ്ദുള്ള ജോലി വെച്ച കഥ പറഞ്ഞുതരും. നമ്പർ 15 ചെയ്യുന്നതായ ഇസ്ലാമിന്റെ സമഗ്രതയോട് സമ്പൂർണ്ണതയോട് എനിക്ക് അങ്ങേയറ്റത്തെ അത് എന്റെ രക്തത്തിലുള്ളതാണ്. അത് ഇവരാരെങ്കിലും സിദ്ദീഖ് ഹസൻ സാഹിബോ ഷെയ്ഖ് മുഹമ്മദോ പോകാൻ പറഞ്ഞാൽ പോകുന്നതോ വരാൻ പറഞ്ഞാൽ വരുന്നതോ അല്ല. അവരാരുമല്ല. അവരൊക്കെ ജമാഅത്തെ ഇസ്ലാമിയിലേക്ക് വരുന്നതിന് മുമ്പ് അഥവാ അവര് ഞങ്ങളടക്കമുള്ളവർ വിമർശിക്കുന്ന താഗൂത്തി ഗവൺമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ആധുനിക ഭരണകൂടത്തിന്റെ ഭാഗമാക്കുകയോ അതിന്റെ സേവകരാകുകയോ ചെയ്യുന്നത് തെറ്റാണ് എന്ന് എന്നെപ്പോലെയുള്ളവരെയൊക്കെ പറഞ്ഞു വിശ്വസിക്കുന്ന കാലത്ത് ഇവരെല്ലാം ചെയ്തത് അതിന്റെ ഭാഗമായിക്കൊണ്ട് അതിന്റെ കീഴിൽ അതിന്റെ ദാസ്യം വൃത്തി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കത് പറ്റിയായിരുന്നു. ഞാൻ ഒന്നിലധികം തവണ അറബിക്ക് പരീക്ഷയ്ക്ക് പണം അടച്ച ആളാണ്. അവിടെ പരീക്ഷ ഹാളിൽ പോയി എൻ്റെ ഹാളിൽ എൻ്റെ ടിക്കറ്റ് കടക്കാന്നല്ല, ഞാൻ കടന്നില്ല. കാരണം എനിക്കത് എൻ്റെ മനസ്സിന് സംഭവിച്ചില്ല. ശാന്തരം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കെ നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുന്ന കൊണ്ട് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് അത് ഹറാമാണെന്നുള്ള വാക്കല്ല അവിടെ പറഞ്ഞത്. വളരെ മോശമായ വാക്കാണ്. അതിന്റെ ജമാഅത്തെ ഇസ്ലാമിയുടെ ഏറ്റവും ഉത്തരവാദപ്പെട്ട വ്യക്തി പറഞ്ഞ് നിങ്ങൾ ബന്ധിക്കാൻ പാടില്ല. ആ സംഗതി ഫൗള് ചെയ്തുകൊണ്ടാണ് പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറായി മാറിയത്, ഇപ്പോൾ അഖിലേന്ത്യാ നേതാവായി മാറിയ സിദ്ദീഖ് ഹസൻ ചെയ്തത്. അദ്ദേഹം പോയി മുണ്ട് തലയിലിട്ട് പോയി പരീക്ഷ എഴുതി. അദ്ദേഹത്തിന് അത് പാടുണ്ട്. അങ്ങനെ അതുകൊണ്ട് എന്തുണ്ടായി? പരീക്ഷ ജമാഅത്തിന്റെ ഒരു ആജ്ഞ ലംഘിക്കുന്ന, പരസ്യമായ ആജ്ഞ ലംഘിക്കുന്ന അവർക്കൊരു കുഴപ്പമില്ല. എന്നെ മനസ്സിലുള്ള അത് ശരിയല്ല എന്ന് മനസ്സിലാക്കി 100% സമീനവാർത്തയിന നമ്മളിതാ കേട്ടിരിക്കുന്നു അനുസരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഇതിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ പ്രസ്ഥാനത്തിനെ കളങ്കപ്പെടുത്താൻ കിട്ടുന്ന സന്ദർഭങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ 100 അവസരം നമ്മളത് ഉപയോഗിച്ചില്ല. കേട്ടല്ലോ, മുണ്ടിട്ട് തലയിൽ മുണ്ടിട്ടാരാ പരീക്ഷ എഴുതിയത്? പരീക്ഷ എഴുതാതെ അതിനോട് ആ പ്രഖ്യാപനത്തിനോട് 100% കൂറ് പുലർത്തിയതാര്? നിങ്ങൾ വാദിക്കുന്നതൊന്ന്, നിങ്ങളുടെ ജീവിതത്തിലൊന്ന്. ശരിയാണ്, ജോലി വെച്ചിട്ടില്ലല്ലേ? പരീക്ഷ എഴുതാൻ പോകാതിരുന്നത് ഈ പ്രഖ്യാപനം കൊണ്ടാണെന്നാ പറഞ്ഞത്. ഇനി കേൾക്കണം നിങ്ങൾക്ക്. മിയാൻ തുഫൈലിനെ പരിചയം കേൾക്കും. അബുൽ ആല എന്ന് പറഞ്ഞ പുസ്തകം വായിക്കണോ? ഈ മുഹമ്മദ് സാഹിബിന്റെ അബുൽ ആല എന്ന പുസ്തകം വായിക്കണോ? പേജ് 120 എടുത്തോക്ക്. ജോലി ഉപേക്ഷിച്ച ആളുകളെ പരിചയപ്പെടുത്തി തരാം. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനാവുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. മിയാൻ തുഫൈൽ പ്രതിജ്ഞയെടുത്തു, ജമാഅത്തിന്റെ മെമ്പറായി കഴിഞ്ഞു. ഇനി ഹലാലായ ആഹാരമാർഗം അന്വേഷിക്കണം, അഭിഭാഷക വൃത്തി ഉപേക്ഷിക്കണം. ഇതാകട്ടെ ആ ഘട്ടത്തിൽ ദുഷ്കരമായിരുന്നു താനും. പക്ഷേ പ്രേമം അതിരുകവിയുമ്പോൾ ആപശങ്കക്കു സ്ഥാനമില്ല. മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സുഹൃദ്വലയങ്ങൾ എല്ലാം എതിർത്തിട്ടും വക്കീൽ പണി അദ്ദേഹം പരിരചിച്ചു. ലക്ഷ്യത്തെ ചൊല്ലി 4 വർഷത്തോളം തൊഴിലില്ലാ ദുഃഖം അനുഭവിച്ചു. 1944 ജമാഅത്തെ ഇസ്ലാമിയുടെ കയ്യും സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് നിയമിതനായി. കേട്ടങ്ങള്, ജമാഅത്തെ ഇസ്ലാമിന്ന് ഞാൻ രാജിവെക്കുന്നാണ് സുഹൃത്ത് പറഞ്ഞത്. ജോലി വെച്ച ഒരാളെ പറഞ്ഞെന്നാല് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് ഞാൻ രാജിവെക്കുന്നു. രാജിവെക്കണ്ട, നിങ്ങൾ അവിടെ തന്നെ നോടി. പക്ഷെ ആളെ പറഞ്ഞതാ. ആരാണ് ജമാഅത്തെ ഇസ്ലാം തൊഴിൽ ഉപേക്ഷിച്ച ആളുകാരെ? നിങ്ങൾ പിൽക്കാലത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ സെക്രട്ടറി ജനറൽ സ്ഥാനത്ത് നിയമിതനായ മിയാൻ തുഫൈൽ മുഹമ്മദ് അഭിഭാഷക വൃത്തി ജോലി വെച്ചു ജമാഅത്തെ ഇസ്ലാമിയിൽ മെമ്പറാവാൻ വേണ്ടി. അറിയോ? കുഞ്ചിക സ്ഥാനം വഹിക്കരുതേ. ഇനി വേണോ? ഒന്നുകൂടി പിടിച്ചോ. ആരാ അറിയോ?
ആരാണ്? ചൗധരി. 1944 ചൗധരി തന്റെ ഉദ്യോഗം വലിച്ചെറിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിൽ അംഗത്വം സ്വീകരിച്ചു. മനസ്സിലായല്ലേ? ജമാഅത്തെ ഇസ്ലാമിൽ ചേരാൻ അത്ര എളുപ്പമല്ലാതെ ഉള്ള ജോലി ഒഴിവാക്കണം. ഒഴിവാക്കിയിട്ടില്ലേ? ചൗധരി പോലീസുകാരനായിരുന്നു. ഇന്ന് ജമാഅത്തുകാരൻ എന്താ ചെയ്യുന്നത്? പരമാവധി സംവരണമാണ് ന്യൂനപക്ഷം. അവിടെ സംവരണം പാലിച്ചിട്ടില്ല, ഇവിടെ സംവരണം പാലിച്ചിട്ടില്ല. ഇതും പറഞ്ഞെടുക്കല്ലേ? എന്തിനാ ഞങ്ങൾ പോലീസിൽ ചേർന്ന്? എന്നാൽ ചൗധരി തന്റെ ഉദ്യോഗം വലിച്ചെറിഞ്ഞ് ജമാഅത്തെ ഇസ്ലാമിയിൽ അംഗത്വം സ്വീകരിച്ചു. സ്നേഹിതന്മാർ ജോലി ഉപേക്ഷിക്കരുത്, വേഗം പ്രമോഷൻ കിട്ടും എന്നൊക്കെ പറഞ്ഞു നോക്കി, ഫലിച്ചില്ല. സത്യാസത്യ സമര കാഹളം ശ്രവണപുടത്തിൽ മുഴങ്ങുന്നതായി അദ്ദേഹത്തിന് തോന്നി. സത്യഭടന്മാരുടെ വ്യൂഹത്തിൽ അദ്ദേഹം ഭാഗവാക്കാക്കുകയും ചെയ്തു. അനന്തരം അദ്ദേഹം ഒരു സാധാരണ ഹോട്ടൽ തുറന്നു. അതിൽ പാചകവൃത്തി അദ്ദേഹം തന്നെയാണ് ചെയ്തിരുന്നത്. ഒരു വായനശാലയായിരുന്നു ആ ഹോട്ടൽ. തർജുമാനുൽ ഖുർആൻ, കൗസർ അൽ ഹസനാത്ത് മുതലായ പ്രാസ്ഥാനിക ആനുകാലിക പ്രസിദ്ധീകരണങ്ങളും മതസാഹിത്യങ്ങളും ശേഖരിക്കപ്പെട്ടിരുന്നു. മനസ്സിലായോ? പോലീസ് ഉദ്യോഗം വലിച്ചെറിഞ്ഞിട്ട് ഹോട്ടൽ അടുത്ത്. നിങ്ങൾ രാജ്യം കണ്ടാടുന്നോളൂ. ആർക്കാത്തോളൂ? മിയാൻ തുഫൈലും ചൗധരിയും ജമാഅത്തെ ഇസ്ലാമിയിൽ മെമ്പറാകാൻ അവരുടെ പ്രഖ്യാപനം കേട്ട് ജോലി വലിച്ചെറിഞ്ഞവരാ. എന്നാൽ പാവം അബ്ദുള്ള സാഹിബിനെ പോലുള്ള ഒരു പരീക്ഷ എഴുതാൻ പോയില്ല. ചിലര് തലയിൽ മുന്നിട്ട് പരീക്ഷ എഴുതാനും പോയി. എന്ത് ജമാഅത്ത്? ഇങ്ങനെ ഓരോ വാദങ്ങൾ അവസാനിപ്പിക്കുകയാണ്. സമയം ഏകദേശമായിട്ടുണ്ട്. എന്നാൽ കുറച്ച് കാര്യങ്ങൾ കൂടി. ആ സിയാസത്ത് ശറഇയ്യ, ഇബ്നു തൈമിയ്യയുടെ പുസ്തകം, ഇതിൽ നിന്ന് സുഹൃത്ത് വായിച്ച ഇബാറത്ത് മുഴുവൻ വായിച്ച അർത്ഥം പറയാൻ കഴിയും. സുഹൃത്ത് ഇതിൽ നിന്ന് ഇബാറത്ത് കട്ടുവായിച്ചിട്ടുണ്ട്, ചില ഭാഗങ്ങൾ വിട്ടിട്ടുണ്ട്. ആ വായിച്ച ഇബാറത്ത് ഇബ്നു തൈമിയ്യയും ഞങ്ങൾക്ക് അനുകൂലമാണ് എന്ന് വരുത്തി തീർക്കാനാണ് കട്ടത് വിട്ടത് എങ്കിൽ ആ വായിച്ച ഇബാറത്ത് കൃത്യമായി വായിക്കാൻ ധൈര്യമുണ്ടോ? വായിച്ചു മുഴുവൻ കൃത്യമായി അർത്ഥം പറയോ? ബാക്കി പിന്നെ പറയാം. ഇത് നിങ്ങൾ നെറ്റിൽ അടിച്ചു നോക്കിക്കോളി. ഞാൻ പറയുന്ന ഈ വാക്കാണ്ട് അടിച്ചാൽ മതി, എന്നാ കിട്ടും. നെറ്റൊന്നും വേണ്ട, പുസ്തകം തന്നെ ഉണ്ട് കയ്യില്. വായിച്ചർത്ഥം പറയോ? എന്തൊക്കെ തട്ടിപ്പാണ് ഇദ്ദേഹം പ്രസംഗത്തിൽ നടത്തിയിട്ടുള്ളത്. ആദ്യത്തെ നവോത്ഥാന നേതാവ് ഉമർ ഇബ്നുൽ അബ്ദുൽ അസീസ് ജാരത്തിനെതിരെ പോയിരുന്നോ? ഇതൊക്കെ ചോദ്യം. മരം നട്ടിരുന്നോ? വേറുള്ളത് പറഞ്ഞിരുന്നോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ കൃത്യമായി പിന്തുടർന്നതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസിന് ആ സ്ഥാനത്തെത്താൻ കഴിഞ്ഞത്. എല്ലാ മേഖലയിലും, വിശ്വാസങ്ങളിലും, ധർമ്മങ്ങളിലും, ആചാരങ്ങളിലും, അനുഷ്ഠാനങ്ങളിലും പ്രവാചകന്മാർ മുഴുവൻ സമൂഹത്തോട് ആദ്യമായി ഉപദേശിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ് അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. പ്രവാചകരെ താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം നിയോഗിച്ചയച്ചിട്ടില്ല, അവർക്ക് ദിവ്യ സന്ദേശം നൽകപ്പെട്ടിട്ടല്ലാതെ. എന്തായിരുന്നു ആ സന്ദേശം? ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ഞാനല്ലാതെ ആരാധ്യനില്ല, അവനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. സാമ്രാജ്യത്തിനെതിരെ പോരാടി എന്ന് നിങ്ങൾ പറയുന്ന മൂസാ അലൈഹിസ്സലാമിനോട് തൂർ പർവ്വതത്തിന്റെ താഴ്വര, സീനാ പർവ്വതത്തിന്റെ താഴ്വരയിൽ വെച്ച് അല്ലാഹു ആദ്യമായി പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഇന്നി അന റബ്ബുക ഫഖ്ലഅന ഇലൈക ഇന്നക ബിൽ വാദിൽ മുഖദ്ദസി തുവാ ഇന്നനി അനല്ലാഹ് ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദുനി. ഞാൻ നിന്റെ റബ്ബാണ്, പരിശുദ്ധ താഴ്വരയിലാണ് നീ, നിന്റെ ചെരുപ്പഴിച്ചു വെക്കേണ്ടതുണ്ട്. ഇന്നനി അനല്ലാഹ്, ഞാൻ അല്ലാഹുവാണ്, ഞാനല്ലാതെ ആരാധ്യനില്ല. നോക്കൂ നിങ്ങൾ, പ്രവാചകന്മാർ മുഴുവൻ സമൂഹത്തെ ഈ ഒരു അടിസ്ഥാന വിശ്വാസത്തിൽ, ആദർശത്തിൽ, തത്വത്തിൽ നിർത്തിക്കൊണ്ടാണ് അവരെ സംസ്കാരമുള്ളവരാക്കി തീർത്തത്. ഇതാണ് ഇസ്ലാമിന്റെ ചരിത്രം. മുജാഹിദ് പ്രസ്ഥാനം അതാണ് നിർവഹിക്കുന്നത്. അതല്ലാതെ ഇവിടെ വിശദീകരിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമി ഉന്നയിച്ച വിഖണ്ഡവാദങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ഉന്നയിച്ചിട്ടില്ല. തെളിയിക്കാൻ പറ്റും നിങ്ങൾക്ക്?
തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അനാശാസ്യവും പൈശാചികവുമാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തം പേജ് 38-39 മൗദൂദിയ കേട്ടോ. ഒരു സ്ഥാനത്തേക്ക് 2, 3, 4 സ്ഥാനാർത്ഥികൾ നിൽക്കുക, ജനപക്ഷ മുന്നണിക്കാരാ. 2, 3, 4 സ്ഥാനാർത്ഥി നിൽക്കുക, അന്യോന്യം പഴിച്ചും സ്വയം പ്രശംസിച്ചും കൊണ്ട് ലേഖന മത്സരം, പ്രസംഗ മത്സരം, യോഗ മത്സരം, നോട്ടീസ് മത്സരം, 10 അങ്ങനെ നാനാതരം കുതന്ത്രങ്ങൾ ഉപയോഗിച്ച് സാധാരണക്കാരായ വോട്ടർമാരെ വിഡ്ഢീകരിക്കുക. ഈ പാർട്ടികളും ഡിന്നർ പാർട്ടികളും നൽകി ജനങ്ങളെ വശീകരിക്കുക, കാറുകളും മോട്ടോറുകളുമായി നടന്ന് വോട്ട് യാചിക്കുക, എന്നിട്ട് നുണച്ചാക്കിന്റെയും പണച്ചാക്കിന്റെയും മൂക്കും മിടുക്കും കൊണ്ട് സ്ഥാനാർത്ഥികളിൽ ഒരുത്തൻ വിജയം കൈക്കലാക്കുക. ഈ അനാശാസ്യ സമ്പ്രദായത്തെ വിഭാവനം ചെയ്യാൻ പോലും ഇസ്ലാമിക മനസ്ഥിതി അനുവദിക്കുന്നതല്ല. പാശ്ചാത്യ പൈശാചിക ഡെമോക്രസിയുടെ ശപിക്കപ്പെട്ട ഒരു സമ്പ്രദായം അത്രേ ഇത്. ഇസ്ലാമിന്റെ രാഷ്ട്രീയ സിദ്ധാന്തം പേജ് 38-39 സയ്യിദ് മൗദൂദി. ജനപക്ഷ മുന്നണിക്കാരാ, മാറ്റത്തിനൊരു വോട്ട്. നീ എഴുതടാ അല്ലേ? വേറുള്ളവരൊക്കെ മോശമെന്നല്ല പറഞ്ഞത്, എല്ലാരും മോശം, ഞാൻ മാത്രം ഉഷാറ് അല്ലേ? നോട്ടീസ് അടിച്ചത്, പ്രസംഗിച്ചത്, വണ്ടി അയച്ചു പോയത്, മോട്ടോർ സൈക്കിൾ എടുത്ത് പോയത് ഒക്കെ ഇതിന്, പണച്ചാക്ക് ഉപയോഗിച്ചത് ഇതിന് അല്ലേ? കേട്ടോ പോകല്. പൊടിക്കള്ള് വേണ്ട, നാടൻ കള്ള് മതി. വെച്ചിലപ്പാറ അടുത്ത് നിങ്ങൾ കള്ളുഷാപ്പ് ഉപരോധിച്ചത് എന്തിനാ? പത്രത്തിൽ റിപ്പോർട്ട് വന്നിട്ടുണ്ടല്ലോ മാതൃഭൂമിയിൽ. അവിടെ പൊടിക്കള്ളാണ് വരുന്നത്, വേണ്ട നാടൻ ചാരായം മതി, ഇവിടെ ചെത്തുകള്ള് മതി വരെ അല്ലേ? നിങ്ങളെ ജനാധിപത്യ ഇസ്ലാമും ഇതൊക്കെ കൃത്യമായി എവിടെയാ ഇത്തരത്തിലൊരു വിദണ്ഡവാദം മുജാഹിദ് പ്രസ്ഥാനം ഉന്നയിച്ചിട്ടുള്ളത്? കേട്ടോ, നിങ്ങൾ പ്രത്യക്ഷത്തിൽ ചില വ്യക്തികളാണെങ്കിലും യഥാർത്ഥത്തിൽ ചില സിദ്ധാന്തങ്ങളും പ്രസ്ഥാനങ്ങളുമാണ് ഇന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതെന്നും ആ വ്യക്തികൾക്ക് വോട്ട് കൊടുക്കുന്നതിന്റെ അർത്ഥം അവർ പ്രതിനിധാനം ചെയ്യുന്ന അനിസ്ലാമിക സിദ്ധാന്തങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും ബൈഅത്ത് ചെയ്യുകയാണെന്നും അതിനാൽ ഒരു യഥാർത്ഥ മുസൽമാന് അത് സാധ്യമല്ല. പ്രബോധനം 960 ജനുവരി 15. ഉണ്ടോ? വ്യക്തിയാണ് മത്സരിക്കുന്നതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അതിനെ പ്രതിനിധാനം ചെയ്യുന്നത് ചില സംഘങ്ങളാണ്, പ്രസ്ഥാനങ്ങളാണ്, സിദ്ധാന്തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ അനിസ്ലാമിക വ്യവസ്ഥിതിയുമായിട്ട് ഒരിക്കലും ഒരു മുസൽമാന് ബൈഅത്ത് ചെയ്യാൻ സാധ്യല്ല. പ്രബോധനം ഉണ്ടാവൂലേ? ചരിത്രകാരനല്ല, എന്റെ അലമാരി നിറച്ച് ഫയലാണ്. എടുത്തു നോക്കി കാണി. 960 ജനുവരി 15. ജമാഅത്ത് അംഗം ഇത്തരത്തിലുള്ള സ്ഥാനമാനങ്ങളൊക്കെ വെടിയണം. ഓരോ ജമാഅത്ത് അംഗത്തിനും താഴെ വിവരിക്കുന്ന കാര്യങ്ങൾ നിർബന്ധമായിരിക്കും. ദൈവികമല്ലാത്ത ഏതെങ്കിലും ഭരണവ്യവസ്ഥയിൽ താൻ വല്ല കുഞ്ചിക സ്ഥാനവും വഹിക്കുന്നവനോ അതിന്റെ നിയമനിർമ്മാണ സഭയിലെ അംഗമോ അതിന്റെ കോടതി വ്യവസ്ഥയുടെ കീഴിൽ ന്യായാധിപ സ്ഥാനത്ത് നിയമിക്കപ്പെട്ടവനോ ആണെങ്കിൽ ആ സ്ഥാനം കൈയൊഴിയുക. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടന പേജ് 15-16 2003 എഡിഷനാണ്. മെമ്പർമാരൊക്കെ രാജിവെച്ചാളി, രാജിവെക്കണമെന്ന് ഇങ്ങനെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇസ്ലാമികമല്ലാത്തത്. എവിടെയാണ് ഇത്തരത്തിലുള്ള വാദങ്ങൾ മുജാഹിദ് പ്രസ്ഥാനം ഉന്നയിച്ചത്? മുജാഹിദ് പ്രസ്ഥാനം സമൂഹത്തെ സത്യസന്ധമായി വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ ബോധവൽക്കരിച്ചു. അതിന്റെ ഫല അനുഭവിക്കുന്നവരാ ജമാഅത്തുകാർ. എന്നിട്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ ഇനിയോ ഈ വിദണ്ഡവാദങ്ങളൊക്കെ കേട്ട് ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്ന് രാജിവെച്ചവരെ കുറിച്ച് കേൾക്കണം നിങ്ങൾക്ക്. ആരൊക്കെയാണ്? മൗലാന മുഹമ്മദ് മൻസൂർ നുഅ്മാനി സാഹിബ്, എഡിറ്റർ അൽ ഫുർഖാൻ ബറേലി, മൗലാന സയ്യിദ് ജാഫർ സാഹിബ്, ഖത്തീബ് ജുമാ മസ്ജിദ് കബൂർത്തല, കമറുദ്ദീൻ ഖാൻ സാഹിബ്, മുൻ ജമാഅത്ത് നാസിം, അത്താഉള്ള സാഹിബ്, ഫത്വാക്കാലീൻ ബംഗാള്, അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ, KTC ബീരാൻ, മൂസ വാണിമേൽ, ഇബ്രാഹിം മൗലവി കടവത്തൂർ, സലീഹ് സാഹിബ് കാസർഗോഡ്,
ഇവരൊക്കെ ഉണ്ടോ? ഇവരൊക്കെ ഉണ്ടെന്ന് ജമാഅത്തെ ഇസ്ലാമിയിലുണ്ടോ? ഇവരൊക്കെ ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളായിരുന്നില്ലേ? ഇവരൊക്കെ എവിടെ പോയി? എത്രത്തോളം ടി മുഹമ്മദ് സാഹിബ് പറഞ്ഞില്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന്? വിവേകത്തിന് അനുവദിച്ച 1985 ജൂലൈ മാസത്തിൽ വിവേകത്തിന് അനുവദിച്ച ടി മുഹമ്മദ് സാഹിബിന്റെ ആ അഭിമുഖം മുഴുവൻ വായിക്കാൻ ജമാഅത്തുകാർക്ക് ധൈര്യമുണ്ടോ? തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നത് ശിർക്കാണെന്ന് പറഞ്ഞിരുന്നല്ലോ. അത് ഇപ്പോൾ എങ്ങനെ ന്യായീകരിക്കും? ശിർക്കാണെന്ന് പറഞ്ഞത് തെറ്റാണെന്ന് പറയണം. അത് ന്യായീകരിക്കാനാവില്ല. എമ്മിന്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. ടി മുഹമ്മദ് സാഹിബ് ഒക്കെ നിങ്ങൾ ന്യായീകരിച്ചു. നിങ്ങൾ ചെയ്യുന്നത് ശിർക്ക്, ഞങ്ങൾ ചെയ്യുന്നത് തൗഹീദ്, ഞങ്ങളെ നിയ്യത്ത് നല്ലതാ. അവർ പ്രഖ്യാപിച്ച ശിർക്ക് ചെയ്യാൻ പോകുമ്പോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. മദീന മസ്ജിദ് മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ പ്രശ്നങ്ങളൊക്കെ പറയൊന്നും വേണ്ട. മദീന മസ്ജിദ് ഹാഷിം ഹാജി എഴുതിയത് ഞാൻ മുഴുവൻ വായിച്ചാൽ ബുദ്ധിമുട്ടാവും. പ്രത്യേകിച്ചും ഈ നാട്ടിൽ പള്ളി നിർമ്മിക്കലല്ല, പള്ളി പിടിച്ചെടുക്കലാണ് ഇവരുടെ നയം. ഹാഷിം ഹാജി പ്രഖ്യാപിച്ചതാണ്. ഒരു ദിവസം ഞാനും ഭാര്യയും കൂടി കോഴിക്കോട് മകളുടെ വീട്ടിൽ പോയ തക്കത്തിൽ IRW സോളിഡാരിറ്റി എന്നീ സംഘടനകളുടെ ഗുണ്ടകൾ പള്ളി കയ്യേറുകയും എതിർത്തവരെ മർദ്ദിക്കുകയും ചെയ്തു. 2006 ജനുവരി 21 ഈ സംഭവം. മദീന മസ്ജിദ് ജമാഅത്തെ ഇസ്ലാമിയുടെ പള്ളിയാണെന്നും ഹാഷിം ഹാജിയായ ഞാൻ അസുഖബാധിതനായി കിടപ്പിലാണെന്നും അതുകൊണ്ട് ഈ പള്ളി തങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നുവെന്നും കേരള അമീർ പ്രഖ്യാപിച്ചു. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നേർക്കുനേർ കളവ് പറയാൻ പാടില്ല. എന്നാൽ അമീർ കള്ളം പറയുകയാണ് ചെയ്തത്. ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് മാത്രമല്ല എനിക്കൊരസുഖവും ഉണ്ടായിരുന്നില്ല. പള്ളി പിടിച്ചടക്കിയ വിവരമറിഞ്ഞ് ഞാൻ പള്ളിയിലെത്തിയതോടെ ഗുണ്ടകൾ പിന്മാറി. അതിനുശേഷം പത്രങ്ങളിലൂടെയും മറ്റും അവർ ആശയപ്രചരണം തുടങ്ങി. പള്ളി പണിയുകയല്ല ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്, നാട്ടുകാർ പണിത പള്ളി പിടിച്ചെടുക്കുകയാണ്. ഹാഷിം ഹാജി, കേരള ശബ്ദം, 2008 മെയ് 11, പേജ് 50-52. അതേക്കുറിച്ച് പറഞ്ഞ ഹാഷിം ഹാജി കണ്ണൂർക്കാരനാ. അദ്ദേഹം എറണാകുളത്ത് പോയി ഒരു പള്ളി പണിത്, എന്നിട്ട് ആ ട്രസ്റ്റിൽ നല്ല വലിഞ്ഞു കൂടിയിട്ട് അവസാനം അത് സ്വന്തമാക്കി. ഇല്ലേ? ISSനെ ന്യായീകരിച്ചിട്ടില്ലേ? സീതാറാം യെച്ചൂരി നിങ്ങളെ കുറിച്ച് എന്താ വിശദീകരിച്ചിട്ടുള്ളത്? ഹിന്ദു രാഷ്ട്രമോ? പേജ് 35-36 ചിന്താ പബ്ലിഷേഴ്സ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള യെച്ചൂരിയുടെ ഹിന്ദു രാഷ്ട്രമോ എന്ന ആ ഭാഗം, ആ പുസ്തകം നിങ്ങൾക്ക് വായിക്കാൻ പറ്റുമോ? നിങ്ങൾ 17 ഓനെയാണല്ലോ പിന്തുണച്ചത്. ഒന്നും വേണ്ട. അടുത്ത കാലത്ത് പിണറായി വിജയങ്ങളെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞേ? ആരങ്ങളെ കുറിച്ച് നല്ലത് പറഞ്ഞേ? ഇതാ ജമാഅത്തെ ഇസ്ലാമി. ഇനിയുണ്ട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കാം. ഖുതുബാത്ത് കൂടുതൽ വായിക്കേണ്ടതുണ്ട്. അതുപോലെ പ്രബോധനം പഴയതും പുതിയതുമായത് വായിക്കേണ്ടതുണ്ട്. ഇവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കേണ്ടതുണ്ട്. ഇപ്പൊ ഇത്തരത്തിൽ ഇസ്ലാമിന് നിരക്കാത്ത, പ്രായോഗികമല്ലാത്ത വിദണ്ഡവാദങ്ങൾ ഉന്നയിച്ചാണ് ജമാഅത്തെ ഇസ്ലാമി നിലനിൽക്കുന്നത്. ഇത്തരത്തിൽ വാദം മുജാഹിദ് പ്രസ്ഥാനം എവിടെയും ഉന്നയിച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മാത്രമല്ല, ഇപ്പം ഈ നാട്ടിൽ ഞാൻ പറയേണ്ടതില്ലല്ലോ, ഇവിടെ തന്നെ 3 ഗ്രൂപ്പുണ്ട്. ഉണ്ടല്ലോ, 3 ഗ്രൂപ്പുണ്ടായിരുന്നില്ലേ? ഇവിടുത്തെ ട്രസ്റ്റ് ഉണ്ടല്ലോ. ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഇപ്പൊ എങ്ങനെയൊക്കെയാണ് നടക്കുന്നത്? നിങ്ങളൊന്ന് വിശദീകരിക്കണം ഇവിടെ പ്രസംഗിക്കുമ്പോൾ. അതൊക്കെ സുതാര്യമാണോ? വളരെ കൃത്യമായിട്ടാണോ? അബ്ദുള്ള സാഹിബ് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞോളും. അബ്ദുള്ള സാഹിബ് കുറച്ച് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞോട്ടെ. ഒന്ന് കേട്ടു നോക്കിയാ നിങ്ങൾ. ആരുടെ മാധ്യമം സ്ഥാപനത്തിന് 10 പൈസ ഞാൻ സാമ്പത്തികമായി കൊടുക്കാനുണ്ടോ? അവിടെ എന്റെ മേലുള്ളതായ ആളുകൾ ലക്ഷങ്ങൾ കൊടുക്കാനുണ്ടായിട്ടില്ലേ? ഇന്ന് വരെ കൊടുത്തിട്ടില്ല എന്ന് എനിക്കറിയാവുന്ന കണക്കുകളില്ലേ? കോടികളുടെ കണക്കുകളില്ലേ? അവിടെ എന്റെ മേലുള്ളതായ ആളുകൾ ലക്ഷങ്ങൾ കൊടുക്കാനുണ്ടായിട്ടില്ലേ? ഇന്ന് വരെ കൊടുത്തിട്ടില്ല എന്ന് എനിക്കറിയാവുന്ന കണക്കുകളില്ലേ? കോടികളുടെ കണക്കുകളില്ലേ? ഞാൻ സിദ്ദീഖ് ഹസൻ സാഹിബ് എന്നോട് ഒഴിയണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ വാചകം അതാണല്ലോ. നിങ്ങൾ കടു ചോരുന്നത് കാണുന്നു, ആന ചോരുന്നത് കാണുന്നില്ല. എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞു ഒരാളുടെ കയ്യിൽ 4.25 ലക്ഷം റുപ്പിക മീൻ ടൈമിൻ്റെതുണ്ട് എന്ന് നിങ്ങളാണല്ലോ ഞങ്ങളുടെ യോഗത്തിൽ പറഞ്ഞത്. അത് തിരിച്ചു പിടിക്കുന്നതിന് സമയത്ത് താങ്കൾ എന്ത് പറയുന്നു?
മറ്റൊരു പത്രായവരായ ആളുടെ കയ്യിൽ ലക്ഷങ്ങളുണ്ട്, അദ്ദേഹം കാശ് തിരിച്ചു തരുന്നില്ല എന്ന് നമ്മൾ ചർച്ച ചെയ്തതാണല്ലോ. അക്കൗണ്ട്സിലെ കുട്ടി ഞാൻ ഓഫീസിൽ യോഗത്തിൽ വരുമ്പോൾ എപ്പോഴും എൻ്റെ കയ്യിൽ കുറിപ്പെഴുതി തരും, ആ കാശിനെ സംബന്ധിച്ച് എന്തെങ്കിലും എന്ന് പറയണമെന്ന്. ആ കാശ് തിരിച്ചു പിടിച്ചോ? മാധ്യമത്തിന്റെ പേരിൽ മലേഷ്യ കാണാൻ വേണ്ടിയുള്ള ആഗ്രഹം നിർവഹിക്കാൻ വേണ്ടി യോഗത്തിൽ അന്ന് അതിന്റെ എഡിറ്റർ പറഞ്ഞു എനിക്ക് മലേഷ്യയിൽ പോകണം. ചെയർമാൻ പറഞ്ഞു അദ്ദേഹത്തിന് മലേഷ്യയിൽ പോകണം അത്രേ. ഞാൻ പറഞ്ഞു അദ്ദേഹം മലേഷ്യ പോയിക്കോട്ടെ, അദ്ദേഹത്തിന് കാശെടുത്ത്. അല്ല, മാധ്യമത്തിന് വേണ്ടി പോകണം. മാധ്യമത്തിന് എന്താ, മലേഷ്യയിൽ കൊടുവള്ളിയിലെ ഏജൻസി നിന്നിട്ടിരിക്കുന്നു, അവിടെ 68 കോപ്പി നമ്മളത് മുടങ്ങാൻ പോവുകയാണ്, അവിടെ പോകാൻ പറ കൊടുവള്ളി. അദ്ദേഹം യോഗത്തിൽ ഞങ്ങളൊക്കെ ഒന്നിച്ച് പഠിച്ചു വരാൻ, ഞങ്ങൾക്കൊന്നും വളരെയധികം അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ബഹുമാനിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരുന്നത് ജമാഅത്തെ ഇസ്ലാമിക്ക് ഒരു ഇടം കിട്ടാൻ വേണ്ടിയിട്ട്, അതിനെ ഒരു സെക്യുലർ ആക്സസ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുണ്ടാക്കിയതായ ഒരു സംരംഭം. അതിൽ വളച്ചുകെട്ടുകളോ കള്ളത്തരങ്ങൾക്കോ യാതൊരു പ്രസക്തിയില്ല. അദ്ദേഹം അമീർ പറഞ്ഞു അദ്ദേഹത്തിന് മലേഷ്യയിൽ പോകണം, അദ്ദേഹം പരസ്യം വാങ്ങിക്കൊണ്ട് തരും. ഓ, മലേഷ്യയിൽ ഒരു കോപ്പി മാധ്യമം ചെലവാതെ ആരാണ് അതിൽ പരസ്യം കൊടുക്കുന്നത്? എന്താ ഈ വിഡ്ഢിത്തം പറയുന്നത്? അല്ല, ഞാൻ പറഞ്ഞു ഒരു കാര്യം, അദ്ദേഹം മലേഷ്യയിൽ മാധ്യമത്തിന്റെ ചെലവിൽ പോട്ടെ, മടങ്ങി വന്നൊരു പരസ്യം കിട്ടിയില്ലെങ്കിൽ കാശ് അദ്ദേഹം തിരിച്ചു തരണം. എനിക്കറിയണം, എനിക്ക് വേണ്ട മലേഷ്യ പോകാൻ. ഞാൻ മലേഷ്യ കണ്ടില്ല, ഞാൻ സിംഗപ്പൂർ കണ്ടില്ല, ഞാൻ യൂറോപ്പ് കണ്ടില്ല, എനിക്കും പറയാലോ എനിക്ക് പോകണമെന്ന്. പക്ഷെ അദ്ദേഹം പോയി, ₹1 പരസ്യം കിട്ടിയില്ല, ഇന്ന് വരെ തിരിച്ചു. മലേഷ്യൻ സിംഗപ്പൂരൊക്കെ ഇനിയും പറയാനുണ്ട്, കോടികളുടെ കണക്കുകൾ വേറെ സംസാരിക്കാനുണ്ട്. അപ്പൊ അതിലേക്കൊന്നും പ്രവേശിക്കുന്നില്ല. അപ്പൊ അതൊന്നും അല്ല വിഷയം. ഇപ്പൊ ഇതൊക്കെ ഉണ്ട് നാട്ടില്. മൗദൂദിനെ പുറത്താക്കി, അബ്ദുള്ള സാഹിബിനെ പുറത്താക്കി, ഇനി കുറച്ചു കഴിഞ്ഞാൽ വരും തലമുറ ആരിഫ് അലിയെ പുറത്താക്കും. അങ്ങനെ ഓരോരുത്തർ അങ്ങനെ പുറത്താക്കും. ഇതാണ് നിങ്ങളുടെ അവസ്ഥ. പരിണാമം മാത്രം എല്ലാ മേഖലയിലും. അപ്പൊ സുഹൃത്തുക്കളെ, ഇത്രയും സംസാരിച്ചത് ആരോടുള്ള ശത്രുതക്ക് വേണ്ടിയല്ല, ആരെയും ഇകഴ്ത്താനല്ല, പുകഴ്ത്താനല്ല. ജമാഅത്തെ ഇസ്ലാമി എന്താണ് എന്ന് കൃത്യമായി സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരവസ്ഥ, ഈ രീതിയിൽ ബോധ്യപ്പെടുത്തേണ്ട ഒരവസ്ഥ വന്നപ്പോൾ അത് ബോധ്യപ്പെടുത്തി കൊടുക്കുക മാത്രമാണ് ചെയ്തത്. അതിൽ ചില ആളുകളുടെ പേര് പറഞ്ഞിട്ടുണ്ട്, ചില ആളുകളുടെ ഉദ്ധരണികൾ വായിക്കേണ്ടി വന്നിട്ടുണ്ട്, ഒരുപാട് ഉദ്ധരണികൾ വായിച്ചിട്ടുണ്ട്. അതിൽ അവരുടെ ഒരുപാട് ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള വാദങ്ങൾ നമ്മൾ കേട്ടുകഴിഞ്ഞു. ഇപ്പൊ ഈ ഇത്തരത്തിലുള്ള വാദങ്ങളുമായി നടന്നവരല്ല മുജാഹിദുകൾ. മുജാഹിദുകൾക്കെതിരെ ഉന്നയിച്ച ആരോപണം കട്ടതും വിട്ടതും എന്നിട്ട് തലതിരിച്ച് പറഞ്ഞതാ. ഒരിക്കലും മുജാഹിദ് പ്രസ്ഥാനം ഈ നാട്ടിൽ നടന്ന ഒരു നന്മകളോടും മുഖം തിരിച്ചു നിന്നവരല്ല. എന്നാൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ തിരിച്ചാണ്. നാട്ടിൽ നടന്ന ഒരുപാട് നന്മകളോട് മുഖം തിരിച്ചു നിന്നവരാണ് അവർ. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചു മുന്നേറണം. സൂറത്തു തൗബയിൽ ഒരു വചനമുണ്ട്, അവർ അവരുടെ പാതിരിമാരെയും പുരോഹിതന്മാരെയും അള്ളാഹ്ക്ക് പുറമെ റബ്ബാക്കി. വൽമസീഹ് മറിയമിന്റെ പുത്രൻ മസീഹിനെയും അവർ എന്ത് ചെയ്തു? അള്ളാഹുവിന് പുറമെ റബ്ബാക്കി. ഈ ആയത്ത് ഓതിക്കേൾപ്പിച്ചപ്പോൾ അലി റളിയല്ലാഹു അൻഹു പ്രവാചകരോട് ചോദിച്ചു, പ്രവാചകരെ ഞങ്ങൾ ഈസാ അലൈഹിസ്സലാമയെ ആരാധിച്ചിട്ടുണ്ട്, എന്നാൽ ഞങ്ങളുടെ പാതിരിമാരെയും പുരോഹിതന്മാരെയും ഞങ്ങൾ ആരാധിച്ചിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞങ്ങൾ അവരെ റബ്ബാക്കുക? പ്രവാചകന്റെ മറുപടി, നിങ്ങൾ നിങ്ങളുടെ പാതിരിമാരെയും പുരോഹിതന്മാരെയും ആരാധിച്ചിട്ടില്ല ശരി, അവരോട് പ്രാർത്ഥിച്ചിട്ടില്ല ശരി, അവർക്ക് നാറ്റ വഴിപാടുകൾ അർപ്പിച്ചിട്ടില്ല ശരി, പക്ഷേ പടച്ചവൻ ഹലാലാക്കിയ കാര്യം ഹറാമാണ് എന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങൾ അംഗീകരിച്ചിരുന്നോ? പടച്ചവൻ ദീനിൽ ഹലാലാക്കിയ ഒരു കാര്യം ഹറാമാണെന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങൾ അംഗീകരിച്ചോ? തിരിച്ചും അവർ പറഞ്ഞപ്പോൾ നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ടോ? പ്രവാചകൻ പറഞ്ഞു, അതേ. പ്രവാചകനോട് അലി പറഞ്ഞു, അതേ, ഞങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. എങ്കിൽ അതുതന്നെയാണ് അവരെ റബ്ബാക്കൽ എന്നാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ പഠിപ്പിച്ചത്. പാഠമുണ്ട്. മതത്തിൽ ദീനിന്റെ പേരിൽ ഇന്ന കാര്യം ഹറാമും ഹലാലും എന്ന് പറയാൻ അതിനുള്ള അധികാരം പടച്ച തമ്പുരാന് മാത്രമാണ്. അൽ ഹലാലു ബയ്യിനും വൽ ഹറാമു ബയ്യിനും, രണ്ടും വ്യക്തമാണ്. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇനി ഇതിലൊന്നും കൂട്ടാനില്ല, കുറയ്ക്കാനുമില്ല, എല്ലാം ദീന് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ സുഹൃത്തുക്കളോട് പറയാനുള്ളത്, ഇനി നിങ്ങൾ ദീനിൽ ഹലാലും ഹറാമും കൂട്ടാനോ കുറയ്ക്കാനോ മെനക്കെടേണ്ടതില്ല.
പടച്ചവൻ പഠിപ്പിച്ച പ്രവാചകൻ പരിചയപ്പെടുത്തി തന്ന ആ ദീനുൽ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാൻ തയ്യാറാവുകയാണ് വേണ്ടത്. അതിന് വിരുദ്ധമായി ഉള്ള വാദങ്ങളെ വലിച്ചെറിയുക. തെറ്റുകൾ സംഭവിക്കാം, മാനുഷികമാണ്. അതെല്ലാം തിരുത്തിയാൽ അതൊക്കെ ഞങ്ങളുടെ അടുക്കൽ വന്ന അപാകതയാണെന്ന് പറഞ്ഞാൽ അത് സമൂഹം അംഗീകരിക്കും, സമൂഹം മനസ്സിലാക്കും. അതിനു പകരം ഇതൊക്കെ പണ്ട് മുജാഹിദുകളും പറഞ്ഞിട്ടുണ്ട് എന്ന് കളവ് പറഞ്ഞു നടക്കുന്നതിൽ ഒരർത്ഥവുമില്ല. മുജാഹിദ് പ്രസ്ഥാനം അത്തരത്തിൽ ജമാഅത്തെ ഇസ്ലാമി ഉന്നയിച്ച ഇസ്ലാമിക വിരുദ്ധമായ ഒരു വാദവും ഉന്നയിച്ചിട്ടില്ല. കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കുക, പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ വിലയിരുത്തുക. അല്ലാഹു നമ്മെ എല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വായനയുടെ ഇസ്ലാമിക മാനം. ശബാബ് വാരിക, പുടവ കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പംക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥികതയ്ക്കും നവയാഥാസ്ഥികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക, പുടവ കുടുംബമാസിക. മർക്കസുദ് അവ, ആറം റോഡ്, കോഴിക്കോട്. അത്തൗഹീദ് ദ്വൈമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ. പഠന ഗവേഷണ രംഗങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ. ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക, മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് ദ്വൈമാസിക, KNM ഓഫീസ്, മർക്കസുദാവ, ആറം റോഡ്, കോഴിക്കോട്. അൽമനാർ ഹജ്ജ് സെൽ. പ്രമാണബദ്ധമായ രീതിയിൽ സ്വീകാര്യമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ ഒരു അവസരം. അൽമനാർ ഹജ്ജ് സെൽ, കോഴിക്കോട്. പ്രമുഖ പണ്ഡിതന്മാരുടെ നേതൃത്വം, പരിചയസമ്പന്നരായ വളണ്ടിയർമാരുടെ സേവനം, ഹറമിനടുത്ത് താമസം, മക്കയിലും മദീനയിലും ചരിത്ര പ്രസിദ്ധമായ സ്ഥലങ്ങളിൽ സന്ദർശനം, മലയാളികൾക്കിണങ്ങിയ ഭക്ഷണ താമസ സൗകര്യം, ചികിത്സാ സൗകര്യം, പഠന ക്ലാസുകൾ. അൽമനാർ ഹജ്ജ് സെൽ, മർക്കസുദാവ, ആറം റോഡ്, കോഴിക്കോട്. ഫോൺ 0495402037 1.